ഹായ്, എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൂരിയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ളൊരു മസാലയുമാണ്. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക. നമ്മൾ ഈ കടകളിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിലാണ് ഞാൻ പൂരിക്കുള്ള മസാല ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈ കോംബോ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ പൂരി ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 2 കപ്പ് മൈദയും ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ 250 ml കപ്പിലാണ് ഞാൻ പൊടികൾ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ റവയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒട്ടും തന്നെ എണ്ണ കുടിക്കാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യൂ. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാനിവിടെ ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഓയിലും കൂടെ ചേർത്തിട്ടാണ് ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കേണ്ടത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എണ്ണയൊന്നും കുടിക്കാതെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നല്ല പൊങ്ങി വരുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ രാവിലെയോ രാത്രി ഭക്ഷണമൊക്കെ ആയിട്ട് ഇതൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡിഷാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇനി കൈ വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സാക്കി ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ പൂരിക്കുള്ള മാവ് നല്ലപോലെ കുഴച്ചെടുക്കുന്നുണ്ട്. ഇതൊരു 10-15 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 10-15 മിനിറ്റ് നേരം മാവൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊന്ന് ചെറിയ ഉരുളകളാക്കി എടുക്കണം. അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. കയ്യിൽ കുറച്ച് ഓയിലൊന്ന് പുരട്ടിയതിന് ശേഷം മാവൊന്ന് ചെറിയ ബോൾസാക്കി എടുക്കാം. അപ്പോൾ എല്ലാതും ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു മെഷീനിൽ നമുക്ക് കുറച്ച് എണ്ണ പുരട്ടി കൊടുത്തതിന് ശേഷം അതൊന്ന് ഒരു ബോൾസ് എടുത്തിട്ട് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ പരത്തൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ചെറിയ ബോൾസ് ആണല്ലോ. അപ്പോൾ ഈ ഒരു മെഷീനിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ അതൊന്ന് റൗണ്ടായി കിട്ടും. അപ്പോൾ ദേ ഇതുപോലെയാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. ചെറിയ റൗണ്ടാണ് ഞാൻ ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഇനി ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം.
ഈ ഒരു കട്ടിക്കാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ ബാക്കി എല്ലാതും ചെയ്തെടുക്കാം. ഞാനൊരു ചട്ടിയിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഓരോന്നും ഇതിലേക്ക് ഇട്ടിട്ട് കോരിയെടുക്കാം. ഇത് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇടുക, എന്നാലേ ഉള്ളൂ പൊങ്ങി വരിക. ഇതേപോലെ പൊങ്ങി വരുള്ളൂ. ഇനി ഇതൊന്ന് പൊങ്ങിയതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. സിമ്മിലോ മീഡിയത്തിലോ ഒക്കെ ഇട്ട് കൊടുത്താൽ അത്രയ്ക്ക് അങ്ങോട്ട് പൊങ്ങി വരില്ല. അപ്പോൾ ഇത് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇടാൻ നോക്കുക, കരിഞ്ഞു പോവാതെ നോക്കുക. അപ്പോൾ ഇതൊന്നായിട്ടുണ്ട്, നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ പൂരിക്കുള്ള ഒരു മസാലയാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് പുഴുങ്ങിയെടുത്ത 2 വലിയ ഉരുളക്കിഴങ്ങാണ്. ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ്. ഇതൊന്ന് ഇതുപോലൊന്ന് ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ മുഴുവനും കിഴങ്ങ് ഉടച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഉഴുന്നും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഓപ്ഷണലാണ്, ഉഴുന്ന് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഉഴുന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക് പൊട്ടിച്ചത് ചേർത്ത് കൊടുക്കാം. സിമ്മിലിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ മുളകൊക്കെ ഒന്ന് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക്, അത് ഞാനൊരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. നമ്മളിതിൽ വേറെ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതൊരു എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് ചേർക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി നുറുക്കിയത്, ഒരു 5-6 വെളുത്തുള്ളി ഇതുപോലെ ചെറുതാക്കി നുറുക്കിയത്. ഇതൊന്നിട്ടിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് വേണം നമ്മൾ സവാള ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ പച്ചമണക്ക് മാറിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 2 സവാള ഇതുപോലെ നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു കോംബോ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം വഴന്ന് പോകേണ്ട ആവശ്യമില്ല. ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല. കുറച്ചൊക്കെ ഒന്ന് വാടി കിട്ടിയാൽ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ മസാലയിലേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം.
അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വഴന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആ ഉള്ളിയൊക്കെ ഒന്ന് വേവാനുള്ള വെള്ളം ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കിഴങ്ങൊക്കെ ഇടുമ്പോൾ വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഉപ്പൊന്നും ഇല്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഈ സമയത്ത്. അതുപോലെ തന്നെ എരിവൊക്കെ കുറവാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ കുരുമുളക് പൊടിയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഈ മുളകിന് അത്യാവശ്യം എരിവുള്ളതായത് കൊണ്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഉള്ളിയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ പുഴുങ്ങി വെച്ച കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഉപ്പൊക്കെ ഇട്ട് വേവിച്ച കിഴങ്ങാണ്. അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങൾ ഈ ഉള്ളി മസാലയിലും ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇത് നല്ലോണം ഇളക്കിയതിന് ശേഷം ഒന്നും കൂടെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതെല്ലാതും കൂടെ ഒന്ന് യോജിച്ച് വരട്ടെ. അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൂരി മസാലയും റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൂരി റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മസാലയും റെഡി ആയിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒട്ടും ഓയിലി അല്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. രാവിലെയോ വൈകുന്നേരം ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കോംബോ ആണ്. അപ്പോൾ മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.